വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം ആമുഖം. പൗലോസ് തൻ്റെ രണ്ടാമത്തെ പ്രേക്ഷിത യാത്രാവേളയിൽ ഫിലിപ്പിയിലെ സഭയ്ക്ക് അടിസ്ഥാനമിട്ടു. ഫിലിപ്പിയിലെ ക്രൈസ്തവർ പൗലോസിന് പലപ്പോഴും സഹായം എത്തിച്ചു കൊടുക്കുമായിരുന്നു. അതിനെല്ലാം നന്ദി രേഖപ്പെടുത്തുകയും ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ജീവിത രീതികളിൽ പൗലോസിനുള്ള സംതൃപ്തിയും താല്പര്യവും അവരെ അറിയിക്കുകയുമാണ് ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശ്യം. എഫേസോസുകാർക്കും കൊളോസോസുകാർക്കും ഫിലോമോനുമുള്ള ലേഖനങ്ങളെ പോലെ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തെയും ബന്ധനകാല ലേഖനമായാണ് കരുതിപ്പോരുന്നത്. കാരാഗൃഹത്തിൽ വച്ചാണ് എഴുതുന്നതെന്ന് പൗലോസ് ഈ ലേഖനത്തിലും ആവർത്തിച്ചു പറയുന്നുണ്ട്. റോമായിലെ കാരാഗ്രഹവാസമാണോ അതോ എഫേസോസിലേതാണോ ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് എന്ന് ഖണ്ഡിതമായി പറയാനാവില്ലെങ്കിലും ആദ്യത്തേതാകാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെയെങ്കിൽ AD 58-നും 60-നും ഇടയ്ക്കായിരിക്കണം ഈ ലേഖനം രചിക്കപ്പെട്ടത്. ആമുഖം, കൃതജ്ഞത, പ്രാർത്ഥന, സുവിശേഷ പ്രചാരണത്തെ സംബന്ധിച്ച വാർത്തകൾ എന്നിവയ്ക്ക് ശേഷം ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചവർക്കുണ്ടായിരിക്കേണ്ട സ്ഥിരത, ഐക്യം എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള ഉപദേശങ്ങളാണ് കാണുക. തുടർന്ന് സമകാലീന ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെ രത്നച്ചുരുക്കം അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നു. യേശു തന്നെ ശൂന്യനാക്കി പിതാവിനോടുള്ള പരിപൂർണ വിധേയത്വത്തിൽ കേവലം ഒരു അടിമയെപ്പോലെ കുരിശുമരണത്തിനു പോലും സന്നദ്ധനായതുകൊണ്ട് പിതാവായ ദൈവം അവിടുത്തെ മഹത്വപ്പെടുത്തി. ഈ മാതൃകയാവണം ഓരോ ക്രൈസ്തവനും സമൂഹത്തിനു വേണ്ടി തൻ്റെ അവകാശങ്ങളെ ബലി കഴിക്കാനും തന്നെ സമർപ്പിക്കാനും പ്രചോദനം നൽകുന്നത്. നിസ്വാർത്ഥ സേവനത്തിലൂടെ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കാനുള്ള ആഹ്വാനവും തൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ച വാർത്തകളും നൽകിയതിനു ശേഷം പരിച്ഛേദനവാദികളെ അകറ്റി നിർത്തുക എന്നതിൻ്റെയും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലെ പുതുജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അവിടുത്തെ സഹനത്തിലും മരണത്തിലും പങ്കുചേരുക എന്നതിൻ്റെയും ആവശ്യകതയാണ് അപ്പോസ്തലൻ ഊന്നിപ്പറയുന്നത്. യേശുവിൻ്റെ ആത്മാവും ദൈവത്തോടും മനുഷ്യരോടും കൂടുതൽ അടുക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ക്രിസ്തീയ സന്തോഷവും സമാധാനവും എന്നും നിലനിർത്താൻ നാം ശ്രമിക്കേണ്ടതാണ്. ഫിലിപ്പിയിലെ വിശ്വാസികൾ അപ്പോസ്തലന് നൽകിയ സഹായത്തിന് കൃതജ്ഞതയും അവർക്കെല്ലാവർക്കും അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ലേഖനം ഉപസംഹരിക്കുന്നു.